അപ്പോഴേ ഞാൻ ഇന്നേ ഒരു സാധനം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എപ്പോഴും പറയുന്ന കൂട്ട് ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും, എങ്കിൽ ചിലർക്ക് അറിയാത്തവരും കാണും, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പം ഇത് നമ്മുടെ കസ്തൂരി മഞ്ഞളാണ് കേട്ടോ. പണ്ടൊക്കെ ഞാൻ കസ്തൂരി മഞ്ഞളെന്ന് കരുതിയിരിക്കുന്നത് മഞ്ഞക്കൂവയായിരുന്നു. അപ്പം മഞ്ഞ കളറിലുള്ള ഒരു മണമുള്ള ഒരു കിഴങ്ങായിരുന്നു ഞാൻ കസ്തൂരി മഞ്ഞളാണെന്ന് കരുതിയിരുന്നത്. പിന്നെ കുറച്ച് നാളായതേ ഉള്ളൂ നമ്മുടെ കസ്തൂരി മഞ്ഞളിൻ്റെ നിറം ക്രീം കളറാണെന്ന് അറിയാൻ തുടങ്ങിയിട്ട്. അപ്പം കസ്തൂരി മഞ്ഞളിന് നല്ല വെണ്ണയുടെ കളറാണ് കേട്ടോ. അപ്പം ഞാൻ കുറേ കസ്തൂരി മഞ്ഞൾ കഴിഞ്ഞ വർഷം നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വെള്ളമെടുത്ത് കുറേ പൊടിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാനത് ഒരു ചട്ടിക്കകത്ത് നിന്ന് കണ്ടപ്പോഴാണ് ഞാൻ ആ കസ്തൂരി മഞ്ഞളൊന്ന് കാണിക്കാമെന്ന് ഓർത്തെ. അപ്പോൾ അതാ ഞാൻ നമ്മുടെ കസ്തൂരി മഞ്ഞളൊന്ന് പിഴുതെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ പഴമൂടാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇത് കണ്ടോ, നമ്മുടെ കസ്തൂരി മഞ്ഞളിൻ്റെ നിറമാണ് വേണ്ട, ഒരു വെണ്ണയുടെ കളറാണ് കേട്ടോ. വെണ്ണയുടെ കളറും കർപ്പൂരത്തിൻ്റെ മണവുമുള്ളതാണ് നമുക്ക് ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ. പക്ഷേ ഇപ്പോഴും മിക്കവാറും അങ്ങാടിക്കടകളിലൊക്കെ കസ്തൂരി മഞ്ഞളെന്ന് പറഞ്ഞു കൊടുക്കുന്നത് മഞ്ഞക്കൂവയാണ്. അപ്പോൾ മഞ്ഞക്കൂവ പൊടിച്ചിട്ട് അതിൻ്റെ പൊടിയാണ് കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയെന്നും പറഞ്ഞ് എല്ലാവരും കൊടുക്കുന്നത്. അപ്പോൾ എന്താ ഇത് കണ്ടോ, ഇത് നമ്മളെ നീലക്കൂവയാണ്. അപ്പോൾ നീലക്കൂവയും മഞ്ഞക്കൂവയൊക്കെ ഏകദേശം ഇല രണ്ടും ഒരേപോലെയാണ് കേട്ടോ. അപ്പം ഞാൻ ഈ നീലക്കൂവയൊന്ന് മുറിച്ച് കാണിക്കാവേ. കസ്തൂരി മഞ്ഞളിന് നല്ല ക്രീം കളറാണെങ്കിൽ ഇതാ നീലക്കൂവയുടെ കളറൊന്ന് നോക്കി, ഒരു ലൈറ്റ് നീല കളർ വരുന്നുണ്ട്. ഒരുപാട് വലിയ നീലയൊന്നുമല്ല, എങ്കിലും ഇതാ ഈ ലൈറ്റ് നീല കളർ വരുന്നത് ഇതാണ് നമ്മുടെ നീലക്കൂവ കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കൂവപ്പൊടി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഞാനിത് നേരത്തെ കൂവപ്പൊടി ഉണ്ടാക്കാൻ ഉപയോഗിച്ചതിൻ്റെ ബാലൻസ് കിടന്നത് ഒന്ന് കിളിർത്ത് വന്നതെടുത്തതാണ് കണ്ടോ. അപ്പം ഞാനിതിൻ്റെ ഇലയുടെ വ്യത്യാസം ഒന്ന് കാണിക്കാവേ. ഇത് കണ്ടോ, ഇതിൻ്റെ ഇലയുടെ നടുക്കൂടെ ഒരു വയലറ്റ് പോലത്തെ ഒരു കളർ വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ മഞ്ഞക്കൂവയ്ക്കും വരുന്നുണ്ട്. പക്ഷേ നമ്മുടെ കസ്തൂരി മഞ്ഞളിൻ്റെ ഇലയ്ക്കകത്ത് അങ്ങനെയുള്ള വരകളൊന്നുമില്ല കേട്ടോ. ഇലയ്ക്ക് നല്ല മണമുണ്ട്, രണ്ടിൻ്റെ ഇലയ്ക്ക് മണമുണ്ട്, എങ്കിലും കസ്തൂരി മഞ്ഞളിൻ്റെ ഇലയ്ക്ക് നല്ല ഒരു കർപ്പൂരത്തിൻ്റെ മണം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കസ്തൂരി മഞ്ഞളും നമ്മുടെ നീലക്കൂവയും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇതിൻ്റെ നീലക്കൂവയുടെ പൊടി ഏറ്റവും നല്ല വെള്ള കളറാണ് നീലക്കൂവയുടെ പൊടി. നമ്മുടെ വെള്ളക്കൂവയുടെ പൊടിയേക്കാളും നല്ല കളറാണ് കേട്ടോ. അപ്പോൾ എന്താ ഇത് നമ്മൾ പൊടിപ്പിച്ച് വെച്ചിരിക്കുന്ന കസ്തൂരി മഞ്ഞളാണ്. അപ്പോൾ ഇതിൻ്റെ നിറം കണ്ടോ, ഈ ഒരു നിറമാണ് നമ്മുടെ ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ. അപ്പോൾ നമ്മുടെ ഈ കസ്തൂരി മഞ്ഞൾ കലക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താണ് പാലിൻ്റെ ക്രീം എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഫ്രിഡ്ജിനകത്തൊക്കെ വെച്ചിട്ട് മുകളിലടിയുന്ന ആ ഒരു ക്രീമാണ് ഞാൻ ഈ കസ്തൂരി മഞ്ഞൾ കലക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ മുഖത്ത് പുരട്ടി കൊടുക്കാനും ശരീരത്തൊക്കെ പുരട്ടി കൊടുക്കാനും വളരെ നല്ലതാണ് കേട്ടോ. ഇത് കണ്ടോ, ഇത് നമ്മൾ ആ ക്രീമിനകത്ത് നമ്മൾ ഇങ്ങനെ ചാലിച്ച ശേഷം കുഞ്ഞുങ്ങളുടെ മുഖത്തൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു മാറ്റം കാണാൻ പറ്റും കേട്ടോ. അതേപോലെ നമുക്ക് ഈ കരിമങ്ങല്യം പോലെയുള്ള കറുപ്പൊക്കെ വരുമ്പോൾ നമ്മൾ കണ്ണിനടിയിലൊക്കെ ഇട്ട് കൊടുക്കാനൊക്കെ നല്ലതാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവുകയും ചെയ്യും കേട്ടോ. പിന്നെ ഇത് നമ്മൾ എന്തെങ്കിലും തേനിനകത്ത്